നമസ്കാരം. ഗണേശന്റെ ലീലകൾ ഇടതിനെ വെട്ടിലാക്കി. ഗണേശൻ വിത്തുകാളയോ? ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് ഗതികേടാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ഒരു മന്ത്രിയെക്കുറിച്ച് വിത്തുകാളയാണോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷയമാണ്, നാണക്കേടാണ്. പക്ഷെ ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള MJ യദുകൃഷ്ണന്റെ ഒരു പോസ്റ്റായിരുന്നു, ഒരു വിവാദപരമായിട്ടുള്ള പോസ്റ്റ്, ഗുരുതരമായിട്ടുള്ള ആരോപണം. അതാണ് യദു അതിനകത്ത് ഉന്നയിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള യദുവിന്റെ ആരോപണത്തോട് പക്ഷേ മന്ത്രി പ്രതികരിച്ചിട്ടില്ല. മന്ത്രിയുടെ ഭാര്യ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. പക്ഷേ ആ നിർണായകമാകുന്ന വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും MJ യദുകൃഷ്ണനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിക്കാൻ കഴിയുക എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ വരുന്ന ദിവസം മണിക്കൂറുകൾ എന്ന് പറയപ്പെടുന്ന നിർണായകമാവുകയാണ് ഗണേശൻ മന്ത്രിക്ക്. കഴിഞ്ഞ ദിവസം വനിതാ ദിനത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം തന്നെ ഉന്നയിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പറയേണ്ടി വരും, ഗണേശൻ സാറേ ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയുക. യദുകൃഷ്ണന്റെ പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അതിങ്ങനെയാണ്: എവിടെ നിന്നോ കിട്ടിയ ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഒരു MLA-ക്കെതിരെ വാർത്തകൾ നൽകിയ മാധ്യമങ്ങളും കേസെടുത്ത പോലീസും ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തുകയാണ് ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് സംസ്ഥാന മന്ത്രി KV ഗണേഷ് കുമാർ വാളകത്തെ കീഴൂട്ട് വീട്ടിൽ വ്യഭിചാരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന്. രണ്ടാമതായിട്ട് ആ ഭാര്യ ആ അവിഹിതം കയ്യോടെ പൊക്കിയത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന്. മൂന്നാമതായിട്ട് ഭാര്യ സ്വന്തം മൊബൈലിൽ തെളിവുകൾ ശേഖരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന്. നാലാമതായിട്ട് ഭാര്യയുടെ മൊബൈൽ മന്ത്രി കൈക്കലാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന്. മറ്റൊന്ന്, ഭാര്യയെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന്. ഭാര്യ പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകിയത് നിങ്ങൾ മുക്കിയില്ലേ. കീഴൂട്ട് വീട്ടിലെത്തിയ പോലീസിനെ മന്ത്രി ഭാര്യ അവിഹിതത്തിന്റെ തെളിവുകൾ നൽകിയത് നിങ്ങൾ അറിഞ്ഞില്ലേ. മന്ത്രി ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്ത് എന്നൊരു ചോദ്യം വളരെ സുവിക്തമല്ലേ. 112-ൽ നൽകിയ പരാതിയുടെ അവസ്ഥ എന്തായി എന്ന് ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ? ചുരുക്കത്തിൽ, ഒരു മന്ത്രി സ്വന്തം വീട്ടിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഭാര്യ കയ്യോടെ പൊക്കിയിട്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഭാര്യയെ കയ്യേറ്റം ചെയ്തിട്ട് ഈ നാട്ടിൽ ഒരു നടപടിയുമില്ലേ? ഇതെന്തു നീതി? ഇങ്ങനെയാണ് യദുകൃഷ്ണൻ ചോദിക്കുന്നത്. എന്നിട്ട് യദുകൃഷ്ണൻ പറയുന്നുണ്ട്, താൻ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇത് തെറ്റെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസെടുപ്പിക്കട്ടെ, വെല്ലുവിളിയായി കരുതിയാലും ബുദ്ധിമുട്ടില്ല എന്ന് MJ യദുകൃഷ്ണൻ എന്ന KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നു. ഒരു അവിഹിതം കേൾക്കാൻ ഓടിവാ കക്ഷി കേരള സംസ്ഥാനത്തിന്റെ ആസ്ഥാന വിത്തുകാള എന്ന് അറിയപ്പെടുന്ന പെണ്ണ് കേസ് ഒഴിച്ചാൽ നല്ല കഴിവ് തെളിയിച്ച മന്ത്രിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഗണേഷ് കുമാറിനെ കുറിച്ചാണ്. 2001-ലും തിരഞ്ഞെടുപ്പ് അടുക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അവിഹിതം ആരോപിച്ചുകൊണ്ട് ഡൈവോഴ്സിനായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നത് നമ്മൾ കണ്ടതാണ്. ഗണേഷ് ജയിച്ചു, മന്ത്രിയായി. ഭാര്യ നനഞ്ഞ പൂച്ചയെ പോലെ മന്ത്രിമന്ദിരത്തിൽ താമസവുമായി. മാസങ്ങൾ കഴിഞ്ഞ് ഒരു കൊച്ചുമായി. കാലങ്ങൾ കഴിഞ്ഞു, മുഖ്യമന്ത്രിമാർ മാറി മാറി വന്നു. ശ്രീ ഉമ്മൻചാണ്ടി സാർ അടുത്ത മുഖ്യമന്ത്രിയായി. അടി, പുക, ഇടി, ഡൈവോഴ്സ്, രക്തബന്ധത്തിന്റെ കഥയുമായിട്ട് അപ്പോൾ അവിടെ വേറൊരാൾ കൂടി എത്തി, സോളാർ. വീണ്ടും കാലചക്രം ഉരുണ്ടു. ഭാസ്കരക്കാരനവരുടെ കൊലപാതകയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു. വീണ്ടും മാധ്യമങ്ങളിൽ പേര് നിറഞ്ഞു നിന്നു ഗണേശൻ്റെത്. സുപ്രീം കോടതിയും പറഞ്ഞു, ഏതൊരാണിനും പെണ്ണിനും എവിടെ വച്ചും സുരക്ഷിതമായിട്ട് അടച്ചിട്ട മുറിയിൽ പരസ്പര സമ്മതത്തോടെ പ്രത്യുൽപാദന കർമ്മത്തിൽ ഏർപ്പെടാം, പോലീസ് കേസെടുക്കരുത്, കണ്ണടച്ചോളണമെന്ന്. ആ വാർത്തയാണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. മന്ത്രി ഗണേശന്റെ ഭാര്യയെ ഗണേശന്റെ ഡ്രൈവർ തല്ലിയെന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി എന്നുള്ള ആരോപണങ്ങൾ വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? പോലീസ് എന്താണ് ചെയ്തത്? മന്ത്രി KP ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഗണേഷ് കുമാറിന്റെ കുടുംബ വീട്ടിൽ വെച്ച് ഗണേഷിന്റെ ഡ്രൈവർ ഭാര്യയെ മർദ്ദിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണങ്ങളായിട്ട് ഉയർത്തിയിട്ടുള്ളത്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും 112-ലേക്ക് വിളിച്ച് പോലീസ് എത്തുകയും ചെയ്തിട്ടും നടപടിയെടുക്കുവാൻ തയ്യാറായില്ല എന്നാണ് യദുകൃഷ്ണന്റെ പോസ്റ്റ്. പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായെന്ന് അറിയില്ല എന്നും മന്ത്രിയുടെ വീട്ടിലെത്തിയ പോലീസിന് ഗണേഷ് കുമാറിനെതിരെ വീഡിയോ തെളിവുകൾ കൈമാറിയിട്ടും നടപടിയെടുക്കാത്തത് എന്താണ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ യദുകൃഷ്ണൻ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മന്ത്രി തനിക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്ന വെല്ലുവിളി കൂടി
യദുകൃഷ്ണൻ ഉയർത്തുന്നുണ്ട്. ഇതിനോടൊന്നും മന്ത്രി ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല. യദുകൃഷ്ണന്റെ ഈ പോസ്റ്റ് പല മാധ്യമങ്ങളും വാർത്തകളാക്കിയിട്ടുണ്ട്. ആ വാർത്തകളാക്കിയിട്ടും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്ന് പ്രതികരിക്കുവാൻ, വാ തുറന്നൊന്ന് സംസാരിക്കുവാൻ, അല്ലെങ്കിൽ പലതും വിളിച്ചു പറയാൻ വല്ലാത്ത നാവാണ് ഈ ഗണേശന്. അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ഈ കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി. അപ്പോൾ അയാൾ പറയുന്നത് എന്തും കേട്ട് അനുസരിച്ച് അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പത്തനാപുരത്തുകാരെ വിലക്കെടുത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ മന്ത്രിയുടെ സംസാരം. 5000 പ്രണയങ്ങൾ തനിക്കുണ്ട് എന്ന് പറഞ്ഞ് അപഹസിക്കുന്നത് ഇയാൾ ആരെയാണ്? അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നാലും ശരി, പത്തനാപുരത്തുകാർ തന്നെ വിജയിപ്പിക്കും എന്നുള്ള വല്ലാത്തൊരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഗണേശനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനിയും മത്സരിക്കും, ഇനിയും ഞാൻ പത്തനാപുരത്ത് ജയിക്കുമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ഈ മന്ത്രിക്ക് കഴിയുന്നത്. അപ്പോൾ ഗണേശന്റെ ലീലകൾ എന്ന് പറയപ്പെടുന്നത്, മുൻപൊരിക്കൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ വെട്ടിലാക്കിയെങ്കിൽ ഇന്ന് ആ ഗണേശ ലീലകളിലൂടെ വെട്ടിലായി പോകുന്നത് പിണറായി മന്ത്രിസഭയാണ്. കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗണേശനാണ് 2013 ഉമ്മൻചാണ്ടിക്ക് പാര പണിതത് എങ്കിൽ ഇതാ ഇവിടെ 2026 മൂന്നാമത്തെ സർക്കാർ ഇനിയും ഉണ്ടാകുമെന്നുള്ള അമിത പ്രതീക്ഷയിൽ നിന്ന് പിണറായി വിജയനിട്ട് പണി വെച്ചതും അതേ ഗണേശൻ തന്നെയാണ്. ഗണേശന്റെ ലീലകൾ തന്നെയാണ്. ആ ഗണേശ ലീലകളിൽ ഇതാ ഇടത് സർക്കാരും വെട്ടിലായിരിക്കുന്നു. ഗണേശൻ വിത്തുകാളയാണോ എന്നുള്ള യദുകൃഷ്ണയുടെ, KSU നേതാവായിട്ടുള്ള യദുകൃഷ്ണയുടെ ചോദ്യങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ അലയടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഗണേശനെ പോലൊരാളെ കൊള്ളണമോ തള്ളണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ സർക്കാരാണ്, പിണറായി വിജയനാണ്. എന്ത് തീരുമാനവും അദ്ദേഹത്തിന് എടുക്കാം. കാരണം ഇപ്പോൾ ഈ പന്ത് അദ്ദേഹത്തിന്റെ കൈകളിലാണ്.